സാഹചര്യത്തിൽ തന്നെയാണ് BJP മഞ്ചേശ്വരം അത്രത്തോളം വലിയ പ്രതീക്ഷയാണ് ഇത്തവണ വെച്ചുപുറത്തുന്നത്. പക്ഷേ AK അഷ്റഫ് അങ്ങനെയല്ല. AK അഷ്റഫും വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം അദ്ദേഹം ജനകീയനായ ഒരു MLA ആയിരുന്നു. എന്നാലും തീ പാറുന്ന മത്സരം നടക്കുന്നത് മഞ്ചേശ്വരത്ത് തന്നെ എന്ന് പറയേണ്ടി വരും. അതിന് തൊട്ടടുത്ത് കിടക്കുന്ന കാസർഗോഡ് മണ്ഡലത്തിലും മത്സരം വലിയ തോതിലുള്ള മത്സരം നടക്കുന്നു. കാരണം ഇത്തവണ LDFന്റെ സാന്നിധ്യമാണ് കാസർഗോഡ് മണ്ഡലത്തിലെ വലിയ തോതിൽ ഒരു ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. ശക്തനായ സ്ഥാനാർത്ഥിയെ കാസർഗോഡ് മത്സരിപ്പിച്ചുകൊണ്ട് ഒരു ത്രികോണ മത്സരം കാസർഗോഡും അതുപോലെ തന്നെ മഞ്ചേശ്വരത്തും ഉണ്ടായി എന്നതാണ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഉദുമയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്ഷ്യ ക്യാമ്പിൽ ഉൾപ്പെടെ ഉദുമ ഇത്തവണ കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസമാണ്, അങ്ങനെ ഒരു വിലയിരുത്തലാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഉദുമയിലും ശക്തമായ പോരാട്ടം നടക്കുന്നു. കാലിങ്ങാട് മണ്ഡലത്തിലാണ് അല്പമെങ്കിലും ശരി. KV ബൈജു ആണ് കാസർഗോഡിന്റെ ഒരു മുഴുവൻ പിക്ചർ നമുക്ക് നൽകിയത്. മഞ്ചേശ്വരത്താണ് പക്ഷേ KV ബൈജു ഇപ്പോഴുള്ളത്. അവിടെ കൊട്ടിക്കലാശത്തിനായി 3 മുന്നണികളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോറ്റിയെ കേറ്റിയ പാട്ട് ഉൾപ്പെടെ അവിടെ സജീവ ചർച്ചയാക്കുകയാണ് UDF എന്നത് നമ്മൾ കണ്ടു. KR ജയാനന്ദ അപ്പോൾ പോറ്റിയെ കേറ്റിയ ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതുൾപ്പെടെ വലിയ രീതിയിൽ പ്രചാരണ വിഷയമാകുന്നു മഞ്ചേശ്വരത്ത് എന്നൊരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. സംസ്ഥാനത്തുടനീളം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം UDF ഉയർത്തിക്കാട്ടാൻ ഈ അവസാന ദിവസങ്ങളിൽ കൂടുതൽ ശ്രമിച്ചു എന്നതുകൂടി നമ്മൾ കാണണം. അത് ഈ കൊടിമരവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ അവർക്ക് അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതോടുകൂടിയാണ് UDFനെ സംബന്ധിച്ച് അത്തരമൊരു ആത്മവിശ്വാസം ഉണ്ടായതും പിന്നീടുള്ള ദിവസങ്ങളിൽ കൂടുതൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ കേന്ദ്രീകരിക്കുകയും ചെയ്തത്. ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചു വന്നാൽ അവിടെ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ കൊട്ടിക്കലാശം വലിയ ആവേശത്തിലാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ പേരൂർക്കടയിൽ നിന്നുമുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. BJP വലിയ ആവേശത്തിലാണ്. രാജീവ് ചന്ദ്രശേഖറും അല്പസമയത്തിനകം തന്നെ അവിടേക്ക് എത്തും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നേരത്തെ K മുരളീധരൻ നമ്മൾ കണ്ടതാണ്. ഒപ്പം നേമത്ത് നിന്നുള്ള കാഴ്ചകൾ കൂടി വരുന്നു. ശബരിനാഥന്റെ വാഹനത്തിൽ നടി പ്രിയങ്ക ഉൾപ്പെടെയുള്ളവരെ നമുക്ക് കാണാം. വലിയ ആവേശം നേമത്തുണ്ട്. നേമത്ത് ത്രികോണ മത്സരം നടക്കുന്ന ഇടമാണ്. ശബരിനാഥൻ പിടിക്കുന്ന വോട്ട് വളരെ നിർണായകമാകും. മത്സരത്തിൻ്റെ ഗതി തന്നെ നിർണ്ണയിക്കും. പക്ഷേ ഞങ്ങൾ ജയിക്കാനായിട്ടാണ് മത്സരിച്ചിരിക്കുന്നത്, ഇത്തവണ നിയമം പിടിച്ചെടുക്കുമെന്നതാണ് UDFന്റെ അവകാശവാദം. അവിടെ പ്രിയങ്ക ഉൾപ്പെടെ കാണാം. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെ മറ്റ് പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടി പ്രിയങ്ക എത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കലാശക്കൊട്ടിലും പ്രിയങ്കയുടെ സാന്നിധ്യം. നേമത്തെ UDF സ്ഥാനാർത്ഥിക്കൊപ്പം പ്രിയങ്കയെ കൂടി നമ്മൾ കാണുകയാണ്. കൊട്ടിക്കലാശ വേദിയിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണ്. ത്രികോണ മത്സരം നടക്കുന്ന ഇടങ്ങളിൽ ഇഞ്ചോടിഞ്ചാണ് കൊട്ടിക്കലാശത്തിലെയും പെർഫോമൻസ് എന്നത് നമുക്ക് കാണാം. എന്തായാലും വലിയ ആവേശം പ്രവർത്തകരിൽ ഉണ്ട്. അത്രമാത്രം ആവേശമുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ്. LDFനെ സംബന്ധിച്ച് തുടർ ഭരണം എന്നതാണ് അവർ ലക്ഷ്യമിടുന്നത്. UDFന് തിരിച്ചു വന്നേ മതിയാകൂ എന്ന ഒരു സാഹചര്യമാണ്. സംസ്ഥാനത്ത് 10 വർഷക്കാലം അധികാരത്തിൽ നിന്ന് മാറി നിന്ന UDFനെ സംബന്ധിച്ച് ഇത്തവണ ഭരണം പിടിക്കണം എന്നത് അങ്ങേയറ്റം ആവശ്യമായ ഒരു സാഹചര്യമുണ്ട്. NDA സംബന്ധിച്ച് അവരുടെ ശക്തി തെളിയിക്കേണ്ടതുണ്ട് ഈ ഘട്ടത്തിലെങ്കിലും എന്നത് വളരെ അനിവാര്യമായി വരുന്നു. അവർ 3 മുതൽ 7 സീറ്റ് വരെ നേടാനാകുമെന്ന വലിയ പ്രതീക്ഷയിലുമാണ്. ഇപ്പോൾ നമ്മൾ പേരൂർക്കടയിലെ ദൃശ്യങ്ങൾ തന്നെയാണ് കാണുന്നത്. അവിടെ ആ കൊടികൾക്കിടയിൽ അവിടെ ചെറിയ സംഘർഷമുണ്ട്. പോലീസ് ഇടപെടുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. പോലീസ് ഇടപെട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ട് എന്നത് മനസ്സിലാകുന്നു. വലിയ കൊടികൾ പാറിപ്പറക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കൃത്യമായി ലഭിക്കാത്തത്. പക്ഷേ അവിടെ നേരിയ തോതിൽ സംഘർഷമുണ്ട് എന്ന വിവരമുണ്ട്. സാരംഗ് സുധാകരൻ അവിടെ നിന്ന് ചേരുന്നുണ്ട്. സാരംഗ്, ഒരു ഭാഗത്ത് ആവേശത്തോടെ പ്രവർത്തകർ നിൽക്കുന്നത് കാണാം, അതേസമയം ഒരു ഭാഗത്ത് ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്നു എന്നത് മനസ്സിലാകുന്നു. എന്താണ് സംഭവിക്കുന്നത്? ആവേശം വർദ്ധിക്കുന്നതിനനുസരിച്ച് പ്രവർത്തകർ തമ്മിലുള്ള ചെറിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതായത് ഈ ഒരു ചെറിയൊരു സ്ഥലത്താണ് ഈ കൊട്ടിക്കലാശം നടക്കുന്നത്. അവിടെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ അടക്കമുള്ള കൊടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു പ്രവർത്തകർ വീശുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ചെറിയൊരു വാക്കുതർക്കത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അത് ചെറിയ രീതിയിലൊരു മുന്തും തള്ളിലേക്ക് അടക്കം എത്തിയിരുന്നു. പക്ഷെ അപ്പോൾ തന്നെ പോലീസ് അത് ഇടപെട്ട് ക്രമസമാധാന പ്രശ്നമാവാത്ത രീതിയിലേക്ക്, നമുക്കറിയാം 3 മുന്നണികളുടെയും മുതിർന്ന നേതാക്കൾ, അതായത് ഇപ്പോൾ K മുരളീധരൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ഒപ്പം തന്നെ VK പ്രശാന്തും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ശ്രീലേഖ മാത്രമാണ് ഇവിടേക്ക് എത്താനുള്ളത്.
അവരെല്ലാവരും എത്തി ഒരു കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിന്റെ പാരമ്യത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ നേതാക്കന്മാർ ഈ ഒരു പ്രവർത്തകർ തമ്മിലുള്ള ചെറിയൊരു വാക്തർക്കം അല്ലെങ്കിൽ ഒരു ഒന്നുതള്ളുമിലേക്ക് കാര്യങ്ങൾ എത്തിയത് ബി ജെ പി പ്രവർത്തകരുമായും കോൺഗ്രസ് പ്രവർത്തകരും ചെറിയ രീതിയിലുള്ളൊരു വാക്കുതർക്കത്തിലേക്ക് എത്തുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ പോലീസ് ഇടപെട്ട ആ ഒരു സാഹചര്യം നിയന്ത്രിച്ചിട്ടുണ്ട്. കൊട്ടിക്കലാശത്തിന്റെ വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് ഇനി എത്താൻ ബാക്കിയുള്ളത്. ആ സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വലിയ രീതിയിലുള്ള ആവേശം, അതായത് പേരൂർക്കടയുടെ ആ ഒരു മുൻപുള്ള വർഷങ്ങളിൽ അടക്കമുണ്ടായിട്ടുള്ള ഒരു ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതിനിടയിൽ പോലീസ് അത് കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തുന്നുകൊണ്ട് അത് കൂടുതൽ പ്രവർത്തകർ തമ്മിലുള്ള കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകാതെ പോലീസ് അങ്ങനെ എത്താതിരിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു ആവേശം ഉയർത്തൽ, അത് ആരുടെ കൊടിയാണ് ഏറ്റവും ഉയരത്തിലേക്ക് എത്തിക്കാൻ അടക്കമുള്ള രീതിയിലുള്ള മൂന്ന് മുന്നണികൾ തമ്മിലുള്ള ഒരു ആവേശത്തിന്റെ ഒരു മാറ്റുരയ്ക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂർ മാത്രമേ ഇത് ബാക്കിയുള്ളൂ. ആ സമയം കൊണ്ട് തന്നെ ഈ ഒരു പ്രചാരണത്തിന്റെ എല്ലാ ആവേശവും അണികളിലേക്കും ജനങ്ങളിലേക്കും ശക്തി പ്രകടനമായി എത്തിക്കുക, പൊതുജനങ്ങളെ പരമാവധി ആ ഒരു ശക്തി പ്രകടനത്തിൽ കാഴ്ചക്കാരാക്കുക എന്നടക്കമുള്ള വലിയ രീതിയിലുള്ള ആഘോഷമാണ് ഇപ്പോൾ ഇവിടെ പേരൂർക്കട ജംഗ്ഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രേണുക, സാരംഗ് സുധാകരനാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അവിടെ ഇപ്പോൾ പ്രവർത്തകർ തമ്മിലുള്ള ആവേശം ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഉന്തും തള്ളിലേക്കുമൊക്കെ പോകുന്നൊരു സാഹചര്യമുണ്ട് എന്നതാണ് സാരംഗ് സൂചിപ്പിക്കുന്നത്. ആവേശം അലതല്ലുമ്പോൾ അത് പ്രശ്നങ്ങളിലേക്ക് വഴിമാറാതിരിക്കാൻ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അത്തരം മണ്ഡലങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഇടങ്ങളിലൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ ഈ കൊട്ടിക്കലാശം സമാപിക്കണം എന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒന്ന് കോഴിക്കോട് വരെ പോകണം. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അനീഷ്, കോൺഗ്രസ് ഇത്തവണ പതിറ്റാണ്ടുകളുടെ പോരായ്മ നികത്തണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് കോഴിക്കോടിനെ സമീപിച്ചിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളുണ്ട്. അതേസമയം കോട്ട ഇളകില്ല എന്ന വലിയ ആത്മവിശ്വാസം ഇടതിനെ സംബന്ധിച്ചുമുണ്ട്. കലാശക്കൊട്ടിലേക്കൊക്കെ പോകുമ്പോൾ എന്താണ് കോഴിക്കോട്ടെ സാഹചര്യം? എവിടെയാണുള്ളത് അനീഷ്? എന്താണ് അവിടുത്തെ ആവേശം ഇപ്പോൾ? രേണുക, അല്പം വൈകിയാണ് കോഴിക്കോട് നഗരത്തിലൊക്കെ കൊട്ടിക്കലാശം ആരംഭിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് മാത്രമാണ് പ്രവർത്തകർ കോഴിക്കോട്ട് പാളയത്തിലേക്ക് എത്തിത്തുടങ്ങിയത്. കോഴിക്കോട് ജില്ലയിലെ പലയിടങ്ങളിലും, പ്രത്യേകിച്ചും നാദാപുരം, പേരാമ്പ്ര, വടകര, അങ്ങനെയുള്ള കുറ്റ്യാടി പോലുള്ള ഇടങ്ങളിൽ ഇത്തവണ കൊട്ടിക്കലാശം നടക്കുന്നില്ല. അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കൂടിയുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടാണ്. എന്തായാലും ഇപ്പോൾ ഇവിടെ വളരെ സജീവമായ ഒരു കൊട്ടിക്കലാശം നടക്കുന്നു. CPM ക്യാമ്പിലാണ് നമ്മളുള്ളത്. അവർ പാട്ട് പാടി ഇപ്പോൾ പാരഡി ഗാനം ഇത് ആരുടെ പാട്ടായത്? ആരുടെ പാട്ടാണ്? കേട്ടില്ല നിങ്ങള്? UDF ഉണ്ടാക്കിയ പാട്ടിലായിരുന്നു. ആര് UDF? എന്തേലും UDF എന്താണ്? ആരാ കയറ്റി? ആരാ കട്ടായ കയറ്റി? LDF അല്ലേ കയറ്റിയത്? കട്ടോരെ കയറ്റിയത് LDF ആണ്. LDF അല്ലേ? കോച്ചയെ കയറ്റിയത് ആരാണ്? ആരാ കയറ്റി? നിങ്ങൾ പാട്ട് കേട്ടോളൂ. നിങ്ങള് പാട്ട് കേൾക്കാതെയോ? പാട്ട് കേട്ട് പറയും. ഞാറ് കയറ്റി ഒന്നും പറയാനില്ല. വീണ്ടും പോയി ചോദിക്കാവുന്ന പോറ്റിയ ജയിലിൽ കേറ്റിയേ, പോറ്റിയ ജയിലിൽ കേറ്റിയതേ UDF സർക്കാരെ, പോറ്റിയ വളർത്തിയതേ UDF സർക്കാരെ. പോറ്റിയേ അയ്യപ്പ പോറ്റിയേ, അട്ടത് മുഴുവൻ കോൺഗ്രസ്, അട്ടത് മുഴുവൻ കോൺഗ്രസ്. കോൺഗ്രസ് ആണോ കട്ടത്? കാര്യമുള്ളൂ. മുഖ്യമന്ത്രിയോട് ചോദിച്ച് ആരാ സ്വർണം കെട്ടാൻ? മുഖ്യമന്ത്രി പറഞ്ഞ എന്താ രാഹുൽ ഗാന്ധിനോട് സ്വർണം കെട്ടത് ആരപ്പ അയ്യപ്പൻ അറിയില്ലേ? അത് വീട്ടിൽ പോയി ചോദിക്കണമെന്ന് മുഖ്യമന്ത്രിന്റെ നമ്മള് വാട്സപ്പ് തുറന്നാ കേൾക്കാം. അത് സത്യമാണ്. ആരേറ്റ് ഇവര് കയറ്റി മുഖ്യമന്ത്രി ജയിലിലാക്കി ഇതല്ലല്ലോ. നമുക്ക് അത്ര മതി. ഇനി അമ്മക്ക് ഇത് കിട്ടണം. ആരാ കയറ്റി? പിണറായി കയറ്റി. എന്തായാലും പോച്ചയെ കയറ്റി എന്ന പാട്ട് തന്നെയാണ് ഇപ്പോൾ മറുഭാഗത്തു നിന്നും അവർ പാടിക്കൊണ്ടിരിക്കുന്നത്. പോച്ചയെ കയറ്റിയത് പിണറായി സർക്കാരാണ്
എന്നാണ് അവർ പറയുന്നത്. വലിയ ആവേശപൂർവ്വമുള്ള ഒരു പ്രചാരണത്തിലേക്ക് കൊട്ടിക്കലാശം. ആരാണ് കയറ്റിയത്? കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.